കോട്ടയം മെഡിക്കൽ കോളേജിലെ വിമൻ ഹോസ്റ്റലിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. തെരുവുനായ്ക്കളെ ഭയന്ന് പുറത്തേക്കിറങ്ങാൻ പേടിയാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഹോസ്റ്റലിനോട് ചേർന്നുള്ള പറമ്പ് കാടുപിടിച്ചു കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളും നിരന്തരമായി ഹോസ്റ്റൽ പരിസരത്ത് പ്രത്യക്ഷപ്പെടുന്നു. നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലെ വനിതാ ഹോസ്റ്റലാണ്. വനിതാ ഹോസ്റ്റലിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇഴജന്തുക്കളുടെയും ഒപ്പം മറ്റ് പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. തെരുവുനായ ശല്യം വലിയ രൂക്ഷമായി തന്നെ മാറുകയാണ്. അതെ, ഒന്നും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല. ഇത് ഗ്യാങ് പോലെയായി. പട്ടികൾ ഓടി വന്നങ്ങ് കടിക്കും. ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയർ, ഇപ്പം ഞാൻ തേർഡ് ഇയർ പഠിക്കുക. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തൊട്ട് ഇതേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പല മേലധികാരിക്ക് ലെറ്റർ അയച്ചു, പ്രിൻസിപ്പളിനെ മറ്റുള്ളവരൊക്കെ പോയി കണ്ടു. അവർ പറയുന്നത് അവർക്ക് പട്ടിപിടുത്തമല്ല പണി. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാരാണെങ്കിലും ABC ക്ലിനിക്ക് തുടങ്ങുന്നതും ഷെൽറ്റേഴ്സും ഒന്നും, പക്ഷെ അത് പ്രാവർത്തികമാകുന്നില്ല. ഞങ്ങളൊരു 4 പേര് പോയാൽ തന്നെ ഈ പട്ടികൾ 2 പേര് ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യുക, 2 പേര് ബാക്കിൽ നിന്ന് വരിക. ഇവിടെ ഒത്തിരി പിള്ളേരെ കടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ എല്ലാം കുറേ കല്ലും വടിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ആവർത്തിച്ച് പരാതി കൊടുത്തിട്ടൊരു നടപടി ഒന്നും ഉണ്ടാവുന്നില്ല. ഇല്ല, നമ്മൾ പല രീതിയിൽ മുമ്പോട്ട് പോയായിരുന്നു. ഇവിടുത്തെ മേലധികാരികൾക്കാണേലും പുറത്താണേലും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ശാശ്വതമായ പരിഹാരം ഇതിന് വന്നിട്ടില്ല. ഇപ്പോഴും പിള്ളേർ പോകുമ്പോഴും പട്ടി ഓടിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടതാണ്, നിരവധി നായ്ക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇത്തരത്തിൽ കുറച്ച് വരുന്ന ചാടുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നായ്ക്കളില്ല, കുറച്ച് മുകളിലേക്ക് ഓടി നമ്മൾ വന്നപ്പോൾ ഓടി പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ ഈ പാമ്പിൻ്റെ ഒരു വിഷയം കൂടിയുണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് നോക്കി കാണാൻ സാധിക്കും. അവർ വിദ്യാർത്ഥികൾ പറയുന്ന കാര്യമാണ്. ഈ വശത്ത് മൊത്തം കാട് പിടിച്ചെടുക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടാണ്. പാമ്പുകൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പാമ്പുകൾ വിവിധ സാഹചര്യങ്ങൾ നമ്മളിവിടെ കാണാൻ ഇടയായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റൂമുകളിലും ചേരകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ചേരയല്ലേ, വിഷമില്ലാത്തതല്ല, അതുകൊണ്ട് നമ്മുടെ ലോ പ്രയോറിറ്റിയിലാണ് ഇതുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കടിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുന്നത് വരെ കാത്തിരിക്കുകയാണെന്നതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതിനെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. തികച്ചും ന്യായമായ ആവശ്യം തന്നെയാണ് എന്നുള്ളതാണ്. തെരുവുനായാലും പാമ്പായാലും ഇപ്പോൾ പറഞ്ഞ ജനറേറ്റർ വിഷയമായാലും ഒക്കെ തന്നെ അവരെ ബാധിക്കുന്ന, വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന് തന്നെയാണ്. നമ്മൾ ഇവിടെ വന്ന് കണ്ട കാഴ്ചയാണ് ഈ തെരുവുനായകളുടെ പ്രശ്നം, അല്ലെങ്കിൽ അത് ആക്രോശിച്ച് വരുന്ന കാഴ്ചകൾ നമ്മൾ ഇവിടെ വന്ന് നേരിട്ട് കണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇതിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്. അതിൽ ഇടപെടൽ ഉണ്ടാകുക തന്നെ വേണ്ടതുമാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപിടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.